ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, സുന്നി യുവജന ഫെഡറേഷൻ്റെ ഉപസമിതിയായ മിങ്കിൾ ഗ്രൂപ്പ് നടത്തിവരുന്ന ബുക്ക് റിവ്യൂ പരിപാടിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മദ്ഹബുകൾ എന്ന ഈ പുസ്തകമാകുന്നു. മുസ്ലിം കൈരളിക്ക്, വിശേഷിച്ച് പണ്ഡിത സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു ഗ്രന്ഥമാണിത്. 2004 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് 5000 കോപ്പികളും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർന്നുപോയി. ശേഷം ഇറങ്ങിയ രണ്ടാമത്തെ പതിപ്പാണ് ഈ കാണുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് അഭിവന്ദരായ ഗുരുവര്യർ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർകളാണ്. സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ IPS പുറത്തിറക്കിയിട്ടുള്ള ഈ ഗ്രന്ഥം 162 പേജുകളുള്ള ഈ ചെറിയ വലിയ ഗ്രന്ഥം ഗ്രന്ഥകർത്താവിൻ്റെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളെപ്പോലെ ലേഖനങ്ങളുടെ സമാഹരണമാകുന്നു. മഹാനായ താജുൽ ഉലമ ഷെയ്ഖുനായുടെ നുസ്രത്തുൽ അനാം മാസികയിൽ 22 ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ചിരുന്ന നമ്മുടെ മദ്ഹബുകൾ എന്ന ലേഖനങ്ങളുടെ സമാഹരണമാണ് ഇത്. ഗ്രന്ഥ രൂപം നൽകുമ്പോൾ മാറ്റേണ്ട അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. മദ്ഹബുകളുടെ തുടക്കവും വ്യാപനവും അതിൻ്റെ പശ്ചാത്തലവും ഓരോ മദ്ഹബുകളുടെയും സാങ്കേതിക ഘടകങ്ങളും അതിൻ്റെ രീതിശാസ്ത്രവും ഇജ്തിഹാദ്, തഖ്ലീദ്, തൽഫീഖ് തുടങ്ങി മദ്ഹബുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഇത്. പ്രസാധകക്കുറിപ്പും ഗ്രന്ഥകർത്താവിൻ്റെ ആമുഖവും കഴിഞ്ഞ് ഒന്നാം പതിപ്പിൽ നൽകിയിട്ടുള്ള മുഖവുര ഈ രണ്ടാം പതിപ്പിലും ചേർത്ത് വച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും ഇങ്ങനൊരു ലേഖനം തുടങ്ങുവാനുള്ള കാരണവും പശ്ചാത്തലവും ഇതിൽ സ്വീകരിച്ചിട്ടുള്ള ശൈലിയും ഇതിൻ്റെ ലക്ഷ്യങ്ങളുമെല്ലാം ഈ ആമുഖത്തിൽ ബഹുമാനപ്പെട്ടവർ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആനും സുന്നത്തും ഒഴിവാക്കി മദ്ഹബുകളിലും മദ്ഹബു ഗ്രന്ഥങ്ങളിലും ഖാജാക്കളുടെ കൗലുകളിലും ഖീലകളിലും കടിച്ചു തൂങ്ങുന്നവർ എന്ന ഒരു പരിഹാസവും ആക്ഷേപവും പുത്തൻവാദികളുടെ ആവിർഭാവ കാലം മുതലേ ഉയർന്നു വരുന്നതാണ്. എന്നാൽ പൂർണ്ണമായും മദ്ഹബുകളെയും അത് അനുകരിക്കുന്നതിനെയും തള്ളിക്കളയുന്ന ഒരു സ്വഭാവം ആദ്യകാല പുത്തൻവാദികൾക്ക് ഇല്ലായിരുന്നു. പിന്നീട് കേരള വഹാബികൾക്ക് ഉത്തരേന്ത്യൻ കൂട്ടുകെട്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള പല പിഴച്ച അബദ്ധവാദങ്ങളുടെയും കൂട്ടത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മോശപ്പെട്ട ഒരു വാദമാണ് പൂർണ്ണമായും മദ്ഹബുകളെയും തഖ്ലീദിനെയും നിരാകരിക്കുന്ന ഈ കാര്യം. മദ്ഹബുകൾ എന്നത് ഖുർആനിനും സുന്നത്തിനും സമാന്തരവും വിരുദ്ധവുമായിട്ടുള്ള അബദ്ധ കെട്ടുകളാണ് എന്നും അവയിൽ പറയുന്നത് മുഴുവനും ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമാണ് എന്നുമുള്ള ഒരു നിലപാടാണ് വർത്തമാനകാല കേരള വഹാബി അനുയായികൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിലപാടിലേക്ക് അവരെത്തുവാനുള്ള കാരണങ്ങളും അതിൻ്റെ പശ്ചാത്തലവും സുന്ദരമായി ഗ്രന്ഥകർത്താവ് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം മദ്ഹബ് വിരോധികൾക്ക് മറുപടിയായും ഖണ്ഡനമായും സുന്നി പക്ഷത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും എഴുത്തുകളിലും സംസാരങ്ങളിലുമെല്ലാം ചില ധാരണ പിശകുകളും അബദ്ധങ്ങളും സംഭവിച്ചത് അറിയാനിടയായതിൻ്റെ അടിസ്ഥാനത്തിൽ ദീനിനോടും സമുദായത്തോടുമുള്ള
ഗുണകാംക്ഷ എന്ന നിലയിലാണ് ഈ ലേഖനങ്ങൾ എഴുതേണ്ടി വന്നത് എന്ന് ഗ്രന്ഥകർത്താവ് ആദ്യമേ ഉണർത്തുന്നുണ്ട്. ആയുഷ്കാലം മുഴുക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ സേവിച്ച് ദീനിൻ്റെ ശാഖാപരമായ നിയമങ്ങൾ മുഴുവനും ലോകത്തിന് സമർപ്പിച്ച മദ്ഹബിൻ്റെ ഉപജ്ഞാതാക്കളും പ്രയോക്താക്കളുമായ ഇമാമുകളുടെ അമാനുഷ സിദ്ധികൾക്കും നിസ്തുല ദിഷണകൾക്കും മുമ്പിൽ തല കുനിച്ചുകൊണ്ട് അവരുടെ കാൽപാദത്തിങ്കൽ ഈ കൊച്ചു കൃതി സമർപ്പിച്ചു കൊള്ളുന്നു എന്ന പ്രസ്താവനയോടുകൂടെയാണ് ബഹുമാനപ്പെട്ടവർ ഗ്രന്ഥരചനയിലേക്ക് കടക്കുന്നത്. 22 അധ്യായങ്ങളിലായി മദ്ഹബുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരാവർത്തി ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. ആദ്യത്തെ 1-2 അധ്യായങ്ങൾ മദ്ഹബിൻ്റെ നിർവചനവും മദ്ഹബിൻ്റെ വിഷയവും ആഗമനവും തുടങ്ങി മദ്ഹബുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞ് ശേഷം 3 മുതൽ 12 അധ്യായങ്ങൾ വരെ 4 മദ്ഹബുകളെ സംബന്ധിച്ചും അതിൻ്റെ ഇമാമുമാരെ സംബന്ധിച്ചും അവരുടെ രീതിശാസ്ത്രത്തെ സംബന്ധിച്ചും തുടങ്ങി ആ 4 മദ്ഹബുകളെ ചെറിയ രൂപത്തിൽ എന്നാൽ ഒരുപാട് ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സുന്ദരമായി സമർത്ഥിച്ചതിൻ്റെ ശേഷം 13-ാമത്തെ അധ്യായത്തിൽ 4 മദ്ഹബുകൾ മാത്രം സത്യമാണ് എന്നും 14-ാമത്തെ അധ്യായം 4-നു ശേഷം എന്തുകൊണ്ട് മദ്ഹബുണ്ടായില്ല എന്നും വഹാബികൾ സാധാരണ ഉന്നയിക്കുന്ന പല സന്ദേഹങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള മറുപടി വളരെ സുന്ദരമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം 15-ാമത്തെയും 16-ാമത്തെയും അധ്യായങ്ങളിൽ എന്താണ് ഇജ്തിഹാദ്, ഗവേഷണം എന്നാൽ എന്താണ് എന്നും ഗവേഷകന്റെ യോഗ്യത എന്താണ് എന്നും വളരെ സുന്ദരമായി എഴുതി ചേർത്തിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ ആ ഇജ്തിഹാദ് പദവിയും യോഗ്യതയും അപ്രാപ്യമാണ് എന്നും വിശേഷിച്ച് വർത്തമാന കാലഘട്ടത്തിലെ ഒരാൾക്കും ആ ഒരു പദവി കൈവരിക്കുക അസാധ്യമാണ് എന്നും ന്യായയുക്തമായി ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം മദ്ഹബുകളെ അംഗീകരിക്കലും തഖ്ലീദ് ചെയ്യലും അന്ധമായ അനുകരണമല്ല എന്നും അറിവുള്ളവരോട് പിൻപറ്റുക എന്നുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനിവാര്യതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ് എന്നും സുന്ദരമായി 18-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അറിവുള്ളവരോട് പിൻപറ്റൽ ആ ഒരു നിർദ്ദേശം ഖുർആനിൻ്റെ നിർദ്ദേശം തന്നെയാണ്. സുന്നികൾ ഉണ്ടാക്കിയതല്ല, ഇമാമുമാർ പറഞ്ഞതല്ല, ഖുർആനിൽ അല്ലാഹു തആല തന്നെ വ്യക്തമായി നമ്മോട് നിർദ്ദേശിച്ചതാണ് എന്ന് 19-ാമത്തെ അധ്യായത്തിലൂടെ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞതിൻ്റെ ശേഷം മദ്ഹബുകളെയും തഖ്ലീദിനെയുമെല്ലാം നിരാകരിക്കുന്നത് തീർത്തും തോന്നിവാസമാണ് എന്നും മദ്ഹബുകൾ മാറ്റി നിർത്തി വിശ്വാസിയായി മുസ്ലിമായി ജീവിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നും ഈ മദ്ഹബുകളെ എതിർത്തുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നും അങ്ങനെ മടങ്ങണമെങ്കിൽ തന്നെ പ്രമാണങ്ങൾ പ്രമാണമാണെന്ന് അറിയണമെങ്കിൽ പോലും ഇമാമുമാരും മദ്ഹബുകളും അനിവാര്യമാണ് എന്ന് വളരെ സുന്ദരമായി ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ തഖ്ലീദിനെ നിരാകരിക്കുന്നത് തീർത്തും തോന്നിവാസമാണ് എന്നും ഹവൻ നഫ്സാണ് എന്നും തടിച്ചൊടൂർ പിൻപറ്റലാണ് എന്നും വളരെ കാര്യകാരണസഹിതം ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ മദ്ഹബ് വിരോധികൾ എപ്പോഴും ഉയർത്തിക്കാണിക്കാറുള്ള മദ്ഹബിൻ്റെ ഇമാമുകൾ പോലും തങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്നും ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നും പക്ഷേ ആ നിർദ്ദേശം ചെവികൊള്ളാത്തവരാണ് മദ്ഹബ് അനുകൂലികളും സുന്നികളുമെന്ന് അവരെപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ്. അത്തരം സംശയങ്ങൾക്കിടവരാവുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ മദ്ഹബിൻ്റെ ഇമാമുമാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അബൂ ഹനീഫ ഇമാമിൽ നിന്നും മാലിക് ഇമാമിൽ നിന്നും ഷാഫിഈ ഇമാമിൽ നിന്നും റളിയല്ലാഹു അൻഹും അവരിൽ നിന്നൊക്കെയും ഇതേ ആശയത്തിലുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പോലും തഖ്ലീദിനെ എതിർക്കുന്ന നിരാകരിക്കുന്ന
ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം പ്രസ്താവനകളുടെ താല്പര്യമെന്താണ് എന്നും ആരോടാണത് പറയുന്നത് എന്നും എന്തിലൊക്കെയാണ് മദ്ഹബ് വിഷയീഭവിക്കുന്നത് എന്നും ഏതിലാണ് ഗവേഷണങ്ങൾ നടക്കുന്നത് എന്നും ഏതിലാണ് തഖ്ലീദുകൾ സംഗതമാകുന്നതും നമ്മൾ നിർദ്ദേശിക്കുന്നത്, നമ്മൾ തഖ്ലീദ് ചെയ്യുന്നത് എന്നും വളരെ സുന്ദരമായി ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട് 21-ാമത്തെ അധ്യായത്തിൽ. അതിനുശേഷം വായനക്കാരിൽ നിന്ന്, ലേഖനങ്ങൾ വായിച്ച ആളുകളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുള്ള സംശയങ്ങളും മറുപടികളും അവസാന ഭാഗത്ത് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്ഹബുകളുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി അതുകൂടെ വായിക്കുമ്പോൾ തീർച്ചയായും കിട്ടുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്വഹാബികൾക്ക് എന്തുകൊണ്ട് മദ്ഹബുണ്ടായില്ല, എന്തുകൊണ്ട് 4 മദ്ഹബിൽ മാത്രം ചുരുങ്ങിപ്പോയി, ഇസ്ലാമിൻ്റെ സമ്പൂർണത മദ്ഹബുകളെ കൊണ്ടാണ് എങ്കിൽ ഹജ്ജത്തുൽ വദായിൽ വെച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിലൂടെ ഈ മതത്തെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ പ്രസ്താവനയോട് അത് എതിരാവുകയില്ലേ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുണ്ട്. അതുപോലെ തന്നെ 4-ന് ശേഷം മദ്ഹബില്ല എങ്കിൽ, ഗവേഷണം അടഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, നിലച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഒരു മുരടിച്ച, ഒരു ചത്ത മതമായി ഇസ്ലാം മാറുകയില്ലേ എന്നുള്ള സംശയത്തിനും, ന്യായമായ സംശയത്തിനും സുന്ദരമായ മറുപടി ഇതിലുണ്ട്. അതുപോലെ തന്നെ മദ്ഹബ് വിരോധികൾ എപ്പോഴും ആരോപിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് മദ്ഹബുകൾ വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്നു. ഏക സൃഷ്ടാവിൻ്റെ, ഏക റസൂലിൻ്റെ, ഏക വേദത്തിൻ്റെ ആളുകളായ ആളുകളെ 4 അതിനപ്പുറവും വിഭജിക്കുകയാണ്, വിഘടിപ്പിക്കുകയാണ് മദ്ഹബുകൾ എന്ന ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടി ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശാഫിഈ മദ്ഹബിനെതിരെ വിശേഷിച്ചും അവർ പറയുന്ന ഒരു ആരോപണമാണ് ശാഫിഈ മദ്ഹബുകാർ ശാഫിഈ ഇമാമിനെ സ്വീകരിക്കുന്നവരല്ല, പല വിഷയത്തിലും ശാഫിഈ ഇമാമിനെ തള്ളുകയും നവവി ഇമാമിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയും ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തൽഫീഖ്, മദ്ഹബ് മാറൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും സുന്ദരമായി ഇതിൽ പ്രതിപാദിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവർ ഇതിൻ്റെ ആമുഖത്തിൽ ഒരു ഖണ്ഡന ശൈലിയല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നും നിഷ്പക്ഷരായ ആളുകൾക്ക് വസ്തുത ബോധ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് രചിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു വച്ചിട്ടുണ്ട്. എങ്കിലും മദ്ഹബ് സംബന്ധമായ സുന്നി നിലപാട്, അതിൻ്റെ പ്രാമാണികതയും വ്യക്തതയും അരക്കിട്ടുറപ്പിക്കുന്നതോടൊപ്പം മദ്ഹബ് വിരോധികൾ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന വസ്വാസുകൾക്കും ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെല്ലാമുള്ള ശക്തമായ തിരിച്ചടി ഇതിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിൻ്റെ വിഷയത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ, എത്രത്തോളം അത് വിജയിച്ചിട്ടുണ്ട് എന്ന ജയാപജയങ്ങൾ വിലയിരുത്തേണ്ടത് അനുവാചകരാണ് എന്നും അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നും ഇതിൻ്റെ തുടക്കത്തിൽ ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അനുവാചകർക്കും വായനക്കാർക്കും ഇനിയും അഭിപ്രായങ്ങൾ പറയുവാൻ അവസരമുണ്ട്. അഭിപ്രായങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അഭിപ്രായം പറയുവാൻ ഞാൻ അർഹനല്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. ഈ ഗ്രന്ഥം വായിക്കുന്ന, അവസാനം വരെ വായിക്കുന്ന ഏതൊരു ശരാശരിക്കാരനും വിഷയത്തിൻ്റെ വസ്തുതയും മർമ്മവും എവിടെയാണ് എന്ന് ബോധ്യപ്പെടുമെന്നും പണ്ഡിതരും പ്രബോധകരും ഒരാവർത്തിയെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ ധരിച്ചു വച്ചിട്ടുള്ള പലതും അബദ്ധമാണ് എന്നും എന്താണ് വിഷയത്തിൻ്റെ കൃത്യമായ നിലപാടും മർമ്മവുമെന്നും സുന്നി നിലപാട് എന്താണ് എന്നും അത് എങ്ങനെയാണ് വളച്ചുകെട്ടില്ലാതെ സമൂഹത്തിന് മുന്നിൽ സമർത്ഥിക്കേണ്ടത് എന്നും ആ സമർത്ഥന രീതിയും കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കും എന്നുള്ളതും തീർത്തു പറയുവാൻ നമുക്ക് സാധിക്കും. പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ 4 മദ്ഹബുകളിലേക്കുള്ള ഒരു ചിത്രം ഉണ്ട് എങ്കിലും 4 മദ്ഹബിൻ്റെയും ഉള്ളിലേക്കുള്ള ഒരു വാതായനങ്ങൾ തുറക്കുന്നതായിട്ട് പുസ്തകത്തിൻ്റെ ഉള്ളു വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുസ്തകം അല്ലാഹു സുബ്ഹാനഹു വ തആല
കബൂലാക്കുമാറാവട്ടെ. ഗ്രന്ഥകർത്താവിന് നമ്മെ തൊട്ട് മുന്തിയ ജസ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തണൽ ദീർഘകാലം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.